ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് എന്ന യൂട്യൂബ് ചാനലിന്റെയും ലവ് ഈച്ച് അതർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 153ാമത്തെ പ്രയർ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്വാഗതം അറിയിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 152 മീറ്റിങ്ങുകളും വളരെ അനുഗ്രഹമായി നടത്തേണ്ടതിന് ദൈവം നമുക്ക് സഹായിച്ചു, കൃപ തന്നു. 152 മെസ്സേജുകൾ നമ്മൾ ഈ ദിവസം കൊണ്ട് കേട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയോജനകരമായിരുന്നു. നമ്മുടെ പ്രാർത്ഥന എന്നുള്ള വിഷയം എന്താണ്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ആരോടാ പ്രാർത്ഥിക്കുന്നത്, ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ്, ഇങ്ങനെ വിവിധമായ വിഷയങ്ങളെ കുറിച്ച് പല സഹോദരിമാരിൽ നിന്നും നമ്മൾ കേട്ടു. ഇന്നും നമുക്കും അതുപോലുള്ള ഒരു ചെറിയ മെസ്സേജും ഒപ്പം തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്കുമായിട്ടാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനൊരു അവസരം തന്ന കർത്താവിന് നമുക്ക് ആദ്യമായിട്ട് നന്ദിയും സ്തുതി സ്തോത്രം അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് മഹാനും പരിശുദ്ധനുമായിരിക്കാൽ സ്തോത്രം. അവിടുന്ന് അതിപരിശുദ്ധനായിരിക്കാൽ സ്തോത്രം. അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുത്തെ പെൺമക്കളാകുന്ന ഞങ്ങൾ ഈ സന്ധ്യായ സമയത്ത്, അല്ലെങ്കിൽ ചിലർക്ക് രാവിലെയാണ്, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ മക്കളെന്നുള്ള പദവിയോടുകൂടെ ഏത് നേരത്തും അപ്പച്ചന്റെ പാദപീഠത്തിങ്കൽ വന്നിരിപ്പാൻ ആ പാദപീഠം ഞങ്ങൾക്കായി ഉള്ളതുകൊണ്ട് സ്തോത്രം. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ആ പാദപീഠത്തിൽ പെൺമക്കളായ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. അടുത്തു വരുവീൻ എന്നുള്ള ഇമ്പസ്വരം ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് കേട്ടിരിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് അത്യുന്നതനും മഹാനുമായ ദൈവമായിരിക്കാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് രാജാധി രാജാവായിരിക്കാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് സർവശക്തനായിരിക്കാൽ, സർവവ്യാപിയായിരിക്കാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഞങ്ങളെ വിളിച്ചു, അവിടുത്തെ മക്കളാക്കി തീർത്തു. പിന്നീട് ഞങ്ങളെ മാറ്റി നിർത്തുകയല്ല, അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കാമല്ലോ. സ്തോത്രം. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നാളുകളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. അതൊക്കെയും തിരുസന്നിധിയിലോട്ട് കൊണ്ടുവന്ന്, ഞങ്ങളുടെ അപേക്ഷകളായിട്ട് കൊണ്ടുവന്ന് അവിടുത്തെ സന്നിധിയിൽ വെക്കുമ്പോൾ അവിടുന്ന് ചെവി ചായ്ച്ച് കേൾക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളാണ്. അനേക പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തന്നു. ഇനിയും അനേക പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നു. അതോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. കർത്താവേ, ഞങ്ങളെ മക്കളാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. മക്കളെന്നുള്ള പദവിയോടുകൂടെയാണ് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നത്. ഇന്നത്തെ ദിവസത്തിനായ സ്തോത്രം. ഈ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുവാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവേ, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഡ്മിൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ അധ്വാനിച്ച, പ്രോഗ്രാം ചോക്ക് ഔട്ട് ചെയ്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ അധ്വാനം ഇതിന്റെ പിൻപിലുണ്ട്, അത് ഞങ്ങൾ അറിയുന്നു. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിന്റെ നിറവിലായിരിക്കാൻ ഇടയാക്കണം. ഞങ്ങൾ ഓർത്തതുപോലെ 152 പ്രാർത്ഥനാ മീറ്റിങ്ങുകളും അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കർത്താവെ അത് കൂടി വന്നു. ഞങ്ങൾക്ക് നല്ല വചനം തന്നു. പ്രാർത്ഥനയെ കുറിച്ച് വിവിധ നിലകളിൽ സഹോദരിമാരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല നല്ല ആലോചനകൾ ദൈവ വചനത്തിൽ നിന്ന് ലഭിച്ചതോർത്ത് സ്തോത്രം. ഇന്നും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരികയാണ്. എന്ന് പ്രാർത്ഥിക്കുന്നതും പാട്ട് പാടുന്നതും കർത്താവേ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നതും എല്ലാം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. അവിടുത്തെ നാമം മാത്രം മഹിമപ്പെടണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. താങ്ക് യു അമ്മാമ. ദൈവം ധാരാളമായിട്ട് അവൻ അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് 2 പാട്ട് കേൾക്കാം. അതിനായിട്ട് നമ്മുടെ എൽസി അമ്മേനെ ക്ഷണിക്കുന്നു. കർത്താവിനെ നാം സ്തുതിക്കാം, ഹേ ദൈവമക്കളെ.
സന്തോഷത്തിൽ നാം അർപ്പിക്കാം സ്തോത്രത്തിൻ ബലിയെ. നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. വിശുദ്ധ സ്നേഹ ബന്ധത്താൽ ഒരേ ശരീരമായി നാം ചേർക്കപ്പെട്ടതാകയാൽ ചേരുവിൻ സ്തുതിക്കായി. നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. പിതാവോ ഏകജാതനെ നാമോക്കു തന്നല്ലോ. ആ സ്നേഹത്തിൻ ആഗാധമേ നിന്നെ ആരായമോ. നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. നാം പ്രിയപ്പെട്ട മക്കളായി വിളിച്ചപേക്ഷിപ്പാൻ തൻ ആത്മാവിനെ ആചാരമായി നാമോക്കു നൽകി നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. ഈ ലോകത്തിൻ ചിന്താകുലം ദൈവാശ്രിതർക്കില്ല. തൻ പൈതങ്ങളിൽ ആവശ്യം താൻ കരുതും സദാ. നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. നിത്യരാജ്യം നൽകുവാൻ പിതാവിനിഷ്ടമായി തൻ മുഖത്തിൻ മുൻപാകെ താൻ നിർത്തും തൻ സ്തുതിക്കായി. നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. സ്തോത്രം. പിതാവിനു സ്തോത്രം തൻവൻ കൃപയ്ക്കായി തന്നാമത്തിൻ ശ്രേഷ്ഠത കീർത്തിപ്പാനായി പുരോഹിതവംശം നാം വിശുദ്ധരും തൻ നിത്യമഹത്വത്തിൻ അംശികളും വാഴ്ത്തുവീൻ പാടുവീൻ
പിതാവിന്റെ സന്നിധിയിൽ വരുവേൻ തൻ പുത്രൻ മുഖാന്തരം വന്നിച്ചിടേൻ പിതാവിനു സ്തോത്രം തൻ വൻ കൃപയ്ക്കായി താൻ ലോകത്തെ സ്നേഹിച്ച സ്നേഹത്തിനായി എല്ലാവരിൻ പാപത്തെ നീക്കിടുവാൻ തൻ മാർവിലെ പുത്രനെ അയച്ചു താൻ വാഴ്ത്തുവീൻ പാടുവീൻ സർവഗോത്രങ്ങളെ വാഴ്ത്തുവീൻ പാടുവീൻ സ്തുതി സ്തോത്രങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ വരുവേൻ തൻ പുത്രൻ മുഖാന്തരം വന്നിച്ചിടേൻ പിതാവിനു സ്തോത്രം തൻ വൻ കൃപയ്ക്കായി പിശാചിൻ പ്രവർത്തികൾ അഴിപ്പാനായി സേനാപതി നാമോ കിങ്ങെമ്മാനുവേൽ നാം ജയം കൊണ്ടാടുന്നു ശത്രുവിന്മേൽ വാഴ്ത്തുവീൻ പാടുവീൻ സർവഗോത്രങ്ങളെ വാഴ്ത്തുവീൻ പാടുവീൻ സ്തുതി സ്തോത്രങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ വരുവേൻ തൻ പുത്രൻ മുഖാന്തരം വന്നിച്ചിടേൻ പിതാവിനു സ്തോത്രം തൻ വൻ കൃപയ്ക്കായി തന്നിത്യ സൂക്ഷിപ്പിൻ വാഗ്ദത്തത്തിനായി തൻ ആടുകളൊന്നും നാശിക്കായില്ല തൻ കയ്യിൽ നിന്നാരും പറിക്കായില്ല വാഴ്ത്തുവീൻ പാടുവീൻ സർവഗോത്രങ്ങളെ വാഴ്ത്തുവീൻ പാടുവീൻ സ്തുതി സ്തോത്രങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ വരുവേൻ തൻ പുത്രൻ മുഖാന്തരം വന്നിച്ചിടേൻ പിതാവിനു സ്തോത്രം തൻ വൻ കൃപയ്ക്കായി ഒരുങ്ങിയ സ്വർഗീയ ഭാഗ്യത്തിനായി തന്റെ തിരുമുഖം നാം കാണും സദാ പ്രകാശത്തിൽ വാഴുന്ന ഹല്ലേലൂയ വാഴ്ത്തുവീൻ പാടുവീൻ സർവഗോത്രങ്ങളെ വാഴ്ത്തുവീൻ പാടുവീൻ സ്തുതി സ്തോത്രങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ വരുവേൻ തൻ പുത്രൻ മുഖാന്തരം വന്നിച്ചിടേൻ തൻ പുത്രൻ മുഖാന്തരം വന്നിച്ചിടേൻ. ഹല്ലേലൂയ. ഇതായിട്ട് നമുക്ക് മെസ്സേജ് ആണ്.
നമുക്ക് മെസ്സേജ് തരേണ്ടതിനായിട്ട് റൂബിൾ സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിച്ച് ചരിത്രത്തിന്റെ അടിസ്ഥാന ഗതി മറിക്കുന്ന അനേക സ്ത്രീ പുരുഷന്മാരെ ശക്തമായ സംഭവങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് നമ്മുടെ വേദപുസ്തകം. ആദ്യകാല പുതിയ നിയമസഭയിൽ അവർക്ക് ഗംഭീരമായ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെയ്ഡ് ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റുകളും ഇല്ലായിരുന്നു. അവിടെ ധാരാളം പണം അവർക്കുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ കാര്യമാണ്. അവർക്ക് ധാരാളം പണം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാവോ? 17-ന്റെ 6-ാം വാക്യത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 6. ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിക്കാവോ? അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. ഓക്കെ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ദീസ് മെൻ ഹു ഹാവ് ടേൺഡ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ ഹാവ് കം ഹിയർ ഓൾസോ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതായത് ലോകത്തെ അവർ കീഴ്മേൽ മറിച്ചതായിട്ട് നാം അവിടെ വായിക്കുന്നു. ദൈവത്തിന് ഏറ്റവും ധൈര്യശാലികളായ സ്ത്രീ പുരുഷന്മാര്, നാം അവരുടെ ജീവിതങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് എടുത്തു നിൽക്കുന്ന ഒരു ഘടകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഡിവോഷണൽ ലൈഫ്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ ബൈബിൾ സ്റ്റഡി, അതിന് അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനുവേണ്ടി പല ത്യാഗങ്ങളും അവർ സഹിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ജീവിതങ്ങൾ പഠിക്കുമ്പോഴത്തേന് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതമാണ് തീരുമാനിക്കുന്നത് അവള് ദൈവത്തിൽ എത്ര മഹത്വമുള്ളവളാണ് എന്ന് നിർണയിക്കുന്നത്. അതായത് ദ മാജസ്റ്റി ഓഫ് എ പേഴ്സൺസ് ലൈഫ് ഓർ അവളുടെ ക്വാളിറ്റി ഡിവോഷണൽ ടൈമാണ് നിർണയിക്കുന്നത് ആ വ്യക്തി ദൈവത്തിന് വേണ്ടി എത്ര പ്രയോജനപ്പെട്ടു അല്ലെ പ്രയോജനപ്പെട്ടില്ല എന്ന്. ബൈബിളിൽ നിന്നും വലിയ പ്രാർത്ഥനാ വീരന്മാരെ ഒക്കെ നമ്മളിപ്പോൾ ചോദിച്ചാൽ നമ്മളിപ്പോൾ തന്നെ പറയൂ അല്ലേ? ഇന്നലെ നമ്മൾ കേട്ടു, അവളാൽ ആവുന്നത് അവർ ചെയ്തു എന്നുള്ള മെസ്സേജ് നമ്മൾ കേട്ടു. അതിലുള്ള പലരും അവർ പ്രാർത്ഥനാ വീരകളായിരുന്നു. നമുക്കറിയാം മോശയെക്കുറിച്ച്. മോശ ദൈവത്തിനെ മുഖാമുഖം ഇരുന്ന് സംസാരിച്ചു. ദാവീദ്, ഡെബോറ, എസ്തേർ, ഹന്ന, ഡാനിയേല്, അന്ന, പ്രിസില്ല, പൗലോസ്, യാക്കോബ്, പത്രോസ്, യോഹന്നാന് എന്ന് വേണ്ട, നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ ലിസ്റ്റ് തീരത്തില്ല. അതുപോലെ ലിസ്റ്റുകൾ കിടക്കുക ബൈബിളിൽ. നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും എസ്സേയും കൂടെ അറിയാം. പക്ഷെ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് പ്രേരണ കിട്ടിയത് നമ്മുടെ ഫസ്റ്റ് നൂറ്റാണ്ട് തൊട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനേകം മിഷണറിമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ വന്നു, അവർ പല കാര്യങ്ങൾ പ്രവർത്തിച്ചു. അവരെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ എനിക്കിന്ന് കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് പേരുടെ പേര് മാത്രമേ എനിക്ക് എടുക്കുവാൻ സാധിച്ചുള്ളൂ. ഒന്നാമത്തെ ആള് എഡ്വേർഡ് പേസൺ. ഇദ്ദേഹത്തെ സ്നേഹത്തോടെ ദ പ്രേയിങ് പേസൺ ഓഫ് പോർട്ട്ലൻഡ്, പ്രാർത്ഥനാ വീരനായ പോർട്ട്ലൻഡിലെ പേസൺ എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം 1800കളിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം 24 വയസ്സായപ്പോൾ രക്ഷിക്കപ്പെട്ടു. ചർച്ചിൻ്റെ ഒരു പാസ്റ്ററായി. അദ്ദേഹം പാസ്റ്ററായിട്ട് ചർച്ചുകളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ തീപ്പൊരി പ്രസംഗം, വളരെ കൃപയും ശക്തിയും പ്രസംഗങ്ങൾ കേട്ട് അനേക ആത്മാക്കൾ മുന്നോട്ട് വന്നു. അങ്ങനെ പോർട്ട്ലൻഡിൽ ഒരു വലിയ ഉണർവ് ഇദ്ദേഹം കാരണമുണ്ടായി. അപ്പം അദ്ദേഹം പ്രസംഗിക്കുന്ന ആള് മാത്രമല്ല, അദ്ദേഹം ഒരു സോൾ വിന്നർ ആയിരുന്നു. അയാൾ ആത്മാക്കളെ ജയിക്കുന്ന ഒരു സുവിശേഷകനായിരുന്നു, ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. 20 വർഷം അദ്ദേഹം പോർട്ട്ലൻഡിൽ പ്രവർത്തിച്ചു. ആ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസങ്ങളിലും അനേക പുതിയ വിശ്വാസികൾ സഭയോടുകൂടെ ചേർന്നു എന്ന് ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ജീവിത സ്റ്റോറി വായിച്ചപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ദ പ്രേയിങ് പേസൺ എന്നൊരു വിളിപ്പേര് വരത്തക്ക രീതിയിൽ അദ്ദേഹം ആയത്, പോർട്ട്ലൻഡിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഉണർവുണ്ടായത് എന്ന് പഠിച്ചപ്പോൾ 26-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പ് കണ്ടു.
ആ 26-ാം വയസ്സിലെ ഏതോ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ ദൈവത്തോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടിയും എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ മധ്യസ്ഥത നിന്നു. എന്നാൽ സംസാരിക്കാൻ വയ്യാത്ത എൻ്റെ ഞരക്കങ്ങളിൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥനകൾ കഴിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ എപ്പോഴും അദ്ദേഹത്തെ പ്രസംഗിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയായിരിക്കും? തൻ്റെ പ്രാർത്ഥനാ റൂമിലായിരിക്കും. എപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയുടെ ഫ്ലോറ് തടി കൊണ്ടുള്ളതായിരുന്നു. അവിടെ എഡ്വേർഡ് പേയ്സൺ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മണിക്കൂറുകളോളം. അതും ഓൾമോസ്റ്റ് എവ്രി ഡേ, എല്ലാ ദിവസവും തനിക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വീരൻ എന്ന പ്രശസ്തി, പ്രേയിങ് പേയ്സൺ ഓഫ് പോർട്ട്ലൻഡ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു, അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് എഡ്വേർഡ് പേയ്സന്റെ ശരീരം കഴുകുവാനായിട്ട് വസ്ത്രങ്ങളൊക്കെ ഊരിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടുകളെല്ലാം ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ, ഹൂവ്സ് പോലെ, ക്യാമലിൻ്റെ ഹൂവ്സ് പോലെ ഭയങ്കര കട്ടിയായിട്ട് മുട്ടുകളൊക്കെ നിൽക്കുക ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാ കുളമ്പുകൾ വന്നു? അദ്ദേഹം തൻ്റെ കട്ടിലിനരികിൽ 22 വർഷത്തോളം എല്ലാ ദിവസവും മുടക്കം കൂടാതെ ശക്തിയോടെ ഞരക്കത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പോർട്ട്ലൻഡിൽ ഒരു വലിയ ഉണർവുണ്ടായി ആ ദിവസങ്ങളിൽ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? ചരിത്രം പറയുന്നു, വേദപുസ്തകത്തിലെ യാക്കോബും മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെയും മുട്ടുകളിൽ ഇതുപോലെ തഴമ്പ്, നമ്മൾ പറയുന്ന തഴമ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നമുക്ക് എവിടെയെങ്കിലും തഴമ്പുണ്ടോ? നമ്മൾ എത്ര സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കുന്നു? ഈ എഡ്വേർഡ് പേയ്സന്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ദ പ്രേയിങ് പേയ്സൺ, PPP, പ്രേയിങ് പേയ്സൺ ഓഫ് പോർട്ട്ലൻഡ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥന എന്ന ഒരു വലിയ ദൗത്യം നമ്മുടെ മുൻപിലുണ്ട്. ഇദ്ദേഹം മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ചു, തഴമ്പ് വരെ വീണു. ഓക്കെ, ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. നമുക്കിതെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് 1700-കളിലുള്ള ജോൺ വെസ്ലി. ലക്ഷക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക്, അല്ലെ ക്രിസ്തുവിൻ്റെ മക്കളായിട്ട് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച ഒരു വലിയ ഉണർവ് പ്രസംഗകനായിരുന്നു ജോൺ വെസ്ലി. ഈ കൊച്ചു പ്രഭാഷകന് ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. എന്തുവായിരുന്നു? ഈ ലോകം മുഴുവനും തൻ്റെ പാരിഷാണ്, താൻ പ്രസംഗ പീഠമാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടിങ്ങാ, ദ ഹോൾ വേൾഡ് ഇസ് മൈ പാരിഷ്. അദ്ദേഹം 35-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 53 വർഷം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. 88-ാം വയസ്സിൽ മരിച്ചു. നമുക്കറിയാം, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഒരു വലിയ റിവൈവൽ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ജോൺ വെസ്ലി. അത് മാത്രമല്ല, അദ്ദേഹം പല സ്ഥലങ്ങളിൽ കുതിരയുടെ പുറത്തൊക്കെ വളരെ കഷ്ടകരമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്ത് സുവിശേഷം കൊണ്ട് പല സ്ഥലങ്ങളിൽ എത്തി. അനേകര്, അതായത് നമ്മളിപ്പോൾ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കതൊക്കെ അറിയാം. അനേക ലക്ഷക്കണക്കിന് ആളുകൾ ദൈവസന്നിധിയിലേക്ക് വരുവാനിടയായി. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിൽ, ചെറിയ വീടാണ്, ആ വീട്ടിനുള്ളിൽ ഒരു ചെറിയ പ്രെയർ ക്ലോസറ്റ് റൂം ഉണ്ടെന്ന്, ഒരു ചെറിയ റൂമാണ്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ആ ചെറിയ മുറിയിൽ മിനിമം 2 മണിക്കൂർ ചെലവഴിക്കും. എന്തിനാണ്? പ്രാർത്ഥിക്കാനായിട്ട്. ഒരു സംഭവം ഇങ്ങനെ പറയുന്നു, അതായത് തന്നെ ഒരു വലിയ ലിറ്ററേച്ചർ ഒരു ഫിലോസഫർ അദ്ദേഹവുമായിട്ട് അത്താഴം കഴിക്കാനായിട്ട് അദ്ദേഹത്തിന് ക്ഷണം കിട്ടി. അദ്ദേഹത്തുമായിട്ട് അത്താഴം കഴിച്ചു. അത്താഴം കഴിഞ്ഞ ഉടനെ സാഹിത്യകാരൻ പറഞ്ഞു, എന്നാൽ ജോൺ വെസ്ലി നമുക്ക് ഇനിയും കുറച്ച് സമയം സംസാരിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജോൺ വെസ്ലി പറഞ്ഞു, അയ്യോ സാറേ, എനിക്ക് ഒട്ടും സമയമില്ല, വീട്ടിലേക്ക് പോകണം. അപ്പം അദ്ദേഹം ചോദിച്ചു, 9 മണി പോലും ആയില്ലല്ലോ രാത്രിയിൽ, എന്താണ് ഇത്ര വലിയ അത്യാവശ്യം? അപ്പോൾ ജോൺ വെസ്ലി പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ 4 മണിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സാഹിത്യകാരന് ഭയങ്കര അത്ഭുതമായി. 4 മണിക്കോ അപ്പോയിൻമെൻറ്റോ? അതാരാണ്?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും 4 മണിക്ക് എനിക്ക് കർത്താവും രാജാതി രാജാവുമായ ദൈവവുമായിട്ട് എനിക്ക് എന്തോ ഉണ്ട്, അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന്. ഇത് കേട്ട ഉടനെ ആ സാഹിത്യകാരൻ ഷോക്ക്ഡായെന്നാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയൊക്കെ വളരെ ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടു നടന്ന ഒരു ദൈവദാസനാണ് ഈ ജോൺ വെസ്ലി. അപ്പം നാം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം എന്താണ് പഠിക്കുന്നത്? നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കൂ എന്നത് നമുക്ക് ഏതൊരാൾക്കും ഒരു വിസ്മയകരമായ ഒരു പ്രതീക്ഷയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണ് നോക്കി നിൽക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ്. എന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർക്ക് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് നമുക്ക് മറ്റുള്ളവരെ നമുക്ക് കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന ഒരു കോട്ട് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചു. നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്റ്റൈൽസ്, നമ്മുടെ ഗവൺമെന്റ്, പോപ്പുലർ അഭിപ്രായങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോന്നോ കീഴെ പോന്നോ, ഇതൊന്നും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ അഫക്റ്റ് ചെയ്യരുതെന്ന് ജോൺ വെസ്ലിക്ക് നിർബന്ധമായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായി പോയി കിടക്കുകയും കൃത്യമായി രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ അദ്ദേഹമാണ് ഇംഗ്ലണ്ടിൽ എന്ത് ഉണ്ടാക്കി കൊണ്ടുവന്നത്? ഒരു വലിയ ഉണർവുണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളെ ഓരോരുത്തരെയും ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? നമ്മൾ വിചാരിക്കും, ചുമ്മാ പ്രാർത്ഥിച്ചു, എന്നെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളത്തില്ല. പക്ഷേ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ദൗത്യം. നാം ദിവസവും മറ്റൊരു ലോകത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വരുന്നത് പോലെ നാം വന്ന ആ ലോകത്തിലെ ശക്തി കൊണ്ടാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് നമ്മളോട് ഇടപെടുന്ന ഓരോരുത്തർക്കും മനസ്സിലാകണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ടായി. കർത്താവേ, എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങയെ ഈ രീതിയിൽ ഞാൻ ഫെയിലായി, ഞാൻ തോറ്റുപോയി. കർത്താവേ, എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതം. കർത്താവേ, ഇവരൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവരുടെ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ടു ലിവ് ആൻഡ് സ്പീക്ക് ആൻഡ് മൂവ് ആൻഡ് ഹാവ് എ ബീയിങ് ഇൻ ക്രൈസ്റ്റ്. ജീവിക്കാനും സംസാരിക്കാനും ചലിക്കാനും നമ്മുടെ അസ്വസ്ഥ എല്ലാം ക്രിസ്തുവിലായിരിക്കണം. നമുക്കങ്ങനെ സാധിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഓർക്കുക, ഈ ചെന്നൈയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂട് സ്റ്റാർട്ടായിരിക്കുക, ഭയങ്കര ചൂടാണ്. അപ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചു നേരം കിടന്നിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള ഭയങ്കര എക്സ്ക്യൂസുകളാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ ജോൺ വെസ്ലി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരിക്കലും ഒരു എക്സ്ക്യൂസും പറയാതെ തൻ്റെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ജോർജ് മില്ലർ. അദ്ദേഹം 1800-കളിലൊക്കെ ജീവിച്ച ഒരു വലിയ ഒരു ലെജൻഡറി പ്രെയർ വാരിയറാണ്. നാം അദ്ദേഹത്തെ കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഇന്നിവിടെ ഇല്ല. ഇങ്ങനെ വായിച്ചു അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചത് 5000 അപേക്ഷകളാണ്. 5000 പ്രെയർ റിക്വസ്റ്റ്. ആ 5000 പ്രെയർ റിക്വസ്റ്റിനും ദൈവം എന്ത് ചെയ്തെന്നറിയാവോ? മറുപടി അയച്ചെന്ന് ഒരേ ദിവസത്തിൽ. അദ്ദേഹത്തിന്റെ ബുക്കിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു. നാം കഷ്ടിച്ച് 10 റിക്വസ്റ്റ് തന്നെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഓർത്തു വയ്ക്കും, നാം ബുദ്ധിമുട്ടിയാ. പക്ഷേ ഈ ജോർജ് മുള്ളർ എന്ന വലിയ ദേവദാസൻ 5000 റിക്വസ്റ്റ് ഒരു ദിവസം പ്രാർത്ഥിച്ച് അതിന്റെ മറുപടി തൻ്റെ കണ്ണും കൊണ്ട് കണ്ട് അത് ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു ദേവദാസൻ. നമുക്കറിയാം, ജോർജ് മുല്ലർ 117 സ്കൂളുകൾ, അനേക ഓർഫനേജുകൾ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തെ പറ്റിയുള്ള അനേക മിഷണറി സ്റ്റോറികളൊക്കെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കിടപ്പുണ്ട്. 10,000 കണക്കിന് കൊച്ചു ആൺപിള്ളാരെ, ഓർഫൻസിനെ അദ്ദേഹം രക്ഷിച്ചു ആ തെരുവുകളിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സക്സസ്, വിജയം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേന് അദ്ദേഹവും ഒരു വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു. മണിക്കൂർ കണക്കിന് തൻ്റെ ഓഫീസ് റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരാൾ. ഇദ്ദേഹത്തെ പറ്റി എനിക്ക് വളരെ എന്നെ സ്പർശിച്ച 2 സ്റ്റോറി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹത്തിന്റെ ഓർഫനേജിൽ അന്ന് 300 കുട്ടികളാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത്. കുട്ടികളെല്ലാവരും ഡ്രസ്സ് ചെയ്തു, സ്കൂളിൽ പോകാൻ റെഡിയായി. പക്ഷെ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ല എന്ന് നേരത്തെ തന്നെ കിച്ചണിന്റെ ഇൻചാർജ് ജോർജ് മുള്ളറിനോട് രാത്രിയിലെ അറിയിച്ചായിരുന്നു. സാറേ, നാളെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല. ജോർജ് മുള്ളർ രാത്രി മുഴുവനും പ്രാർത്ഥനയിലിരുന്നു.
ജോർജ് മുള്ളറിന്റെ ഓർഫനേജിലെ കുട്ടികളെല്ലാം റെഡിയായി സ്കൂളിലേക്ക് പോകാനായിട്ട്, ഏകദേശം 300 പേര്. അവരെ ഡൈനിങ് റൂമിൽ അടുക്കി അവരെ കറക്റ്റായിട്ട് ഇരുത്താനായിട്ട് ജോർജ് മുള്ളർ നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം ദൈവം തന്നിരിക്കുന്ന ആഹാരത്തിന് വേണ്ടി സ്തോത്രം ചെയ്തു. അപ്പം വരെ ആഹാരം ഇല്ല അവിടെ എന്ന് ഓർത്തോണം. നിമിഷങ്ങൾക്ക് ശേഷം കതവിലൊരു തട്ട്. ഒരു ബേക്കറിക്കാരൻ വന്ന് കതവിൽ തട്ടിയിട്ട് ജോർജ് മുള്ളറിനോട് പറയുക, സർ, ഇന്നലെ രാത്രി എനിക്കൊരു ശകലം പോലും ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കറിയാമായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ബ്രെഡ് ആവശ്യമുണ്ട് എന്ന്. ഒരു സ്വരം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഉറക്കം വന്നില്ലല്ലോ, അതുകൊണ്ട് രാത്രി മുഴുവനും ഇരുന്ന് 3 ബാച്ച് ഓഫ് ബ്രെഡ് ഞാൻ അങ്ങ് ഉണ്ടാക്കി. അത് താങ്കൾ സ്വീകരിക്കുവോ? ജോർജ് മുള്ളർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അപ്പൊ തന്നെ വേറൊരു മുട്ട് കതവില് കോളിംഗ് ബെൽ അടിച്ചു. അവിടുത്തെ പാൽക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വണ്ടി എന്ത് ചെയ്തു, ആ സമയത്ത് രാവിലെ ഈ ഓർഫനേജിന് മുമ്പിൽ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഈ ഓർഫനേജിന് മുമ്പിൽ കറക്റ്റായിട്ട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഇനി വീൽസ് നന്നാക്കി വരുമ്പോഴത്തേനും ഈ പാല് മുഴുവനും കെട്ടുപോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാള് ചോദിച്ചു, സാറേ, ഞാൻ ആ പാൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നോട്ടെ? അദ്ദേഹം സന്തോഷത്തോടെ യെസ്, കൊണ്ടുപോവാ. അത് എത്ര ഉണ്ടായിരുന്നു അറിയാവോ? 10 ലാർജ് ക്യാൻസ് ഓഫ് മിൽക്ക്. അത് 300 കുട്ടികൾക്ക് സഫീഷ്യന്റ് ആയിട്ട് കുടിക്കാൻ പറ്റിയ പാല്. ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ ജീവിതങ്ങളിൽ ഇത്രയും സക്സസ്ഫുൾ? നമ്മളെ പോലുള്ള ആൾക്കാർ ഇവരെല്ലാം. പക്ഷെ അവരൊക്കെ പ്രാർത്ഥനയിൽ പോരാടി. അത് മാത്രമല്ല, വേറൊരു സ്റ്റോറി എന്നെ വളരെ ഇൻസ്പയർ ചെയ്തു. ഈ ജോർജ് മുള്ളറിന് 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പം അവർ ദൈവത്തിന്റെ മക്കളാകുന്നത് വരെ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ജോർജ് മുള്ളർ ഒരു തീരുമാനമെടുത്തു. ചില മാസങ്ങൾക്ക് ശേഷം ആദ്യത്തെ കൂട്ടുകാരൻ രക്ഷിക്കപ്പെട്ടു. ഏകദേശം 10 വർഷങ്ങൾക്കുള്ളിൽ 2 പേരും കൂടെ കർത്താവിലേക്ക് വന്നു. 25 വർഷങ്ങൾക്ക് ശേഷം 4ാമത്തെ ആള് കർത്താവിലേക്ക് വന്നു. പക്ഷെ 5ാമത്തവനോ, ജോർജ് മുള്ളർ മരിക്കുന്നിടം വരെ കർത്താവിലേക്ക് വന്നില്ല. പക്ഷെ ജോർജ് മുള്ളർ അവന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൃത്യം പറഞ്ഞാൽ ആ ബുക്കിൽ എഴുതിയിരിക്കുന്നു, 63 വർഷവും 8 മാസവും ആ 5ാമത്തവന് വേണ്ടി കണ്ണുനീരോടെ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. മുള്ളർ മരിച്ചു. ശവപ്പെട്ടി കല്ലറയിൽ വെക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ 5ാമത്തെ സുഹൃത്തും ആ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്നു, ദൈവത്തിൽ സമർപ്പിച്ചു. ഇതാണ് പ്രിവെയിലിംഗ് പ്രെയർ. പ്രാർത്ഥനയിലൂടെ മാത്രം കർത്താവിന്റെ കൈ ചലിപ്പിക്കാനുള്ള, കഠിനാധ്വാനം ചെയ്യാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണിത്. എ ലോങ് ടേം പ്രെയർ. നമ്മൾ എത്ര പേര് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 25 വർഷം 30 വർഷമൊക്കെ എനിക്കറിയില്ല, പക്ഷെ ഇദ്ദേഹം 63 വർഷവും 8 മാസവും പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഡേറ്റ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി. ഞാനൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതൊക്കെ മറന്നു പോവുകയും വിടുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ജോർജ് മുള്ളർ എന്ന പ്രാർത്ഥനാ വീരൻ 63 വർഷവും 8 മാസവും തൻ്റെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ സമയം വളരെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് വില്യം കേറിയുടെ സിസ്റ്ററിനെ കുറിച്ചുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വില്യം കേറിയെ കുറിച്ച് അറിയാം അല്ലേ? 1700കളിലൊക്കെ ജീവിച്ചിരുന്ന, ഇന്ത്യയിൽ വലിയ മിഷണറി പ്രവർത്തനം, വലിയ രൂപാന്തരം, ബൈബിളൊക്കെ പ്രിന്റ് ചെയ്യാനൊക്കെയുള്ള വലിയ പങ്ക് വഹിച്ച ഒരു മിഷണറിയാണ് വില്യം കേറി. ഇന്ത്യ എന്ന ഒരു വിദൂര ദേശത്ത് വില്യം കേറി കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരെ അദ്ദേഹം സ്നേഹപൂർവ്വം പോളി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഫോട്ടോ തപ്പിയിട്ട് എനിക്ക് ഫോട്ടോയെ കിട്ടിയില്ല. അവരുടെ ഒരു ഫാമിലി ഫോട്ടോയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഏതാണ് പോളി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം സ്നേഹപൂർവ്വം പോളി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സിസ്റ്ററിന് ബെഡ് റിഡൻ ആയിരുന്നു. അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുവാനോ കൈകൾ ഉപയോഗിക്കുവാനോ കാലുകൾ ഉപയോഗിക്കുവാനോ സാധിക്കാത്തൊരു പക്ഷവാതക്കാരിയായിരുന്നു. ക്വാഡ്രിപ്ലജിക്, ഫുൾ ടൈം ബെഡ് റിഡൻ. വില്യം കേറി എപ്പോഴും തൻ്റെ സിസ്റ്ററിന് കത്തുകൾ എഴുതുമായിരുന്നു ഇന്ത്യയിൽ നിന്ന്. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഡിക്ഷണറി ഉണ്ടാക്കുവാനുള്ള തൻ്റെ പോരാട്ടങ്ങൾ, കൂടാതെ ഈ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം, ഇതിനൊക്കെ വലിയ ചെലവുകൾ, വലിയ പ്രശ്നങ്ങൾ നേരിട്ടുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വിശദമായി തൻ്റെ സിസ്റ്ററിന് എഴുതിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര പവർഫുൾ ഒരു ഇൻസ്പിറേഷനായി. വില്യം കേറി നിന്നുമുള്ള ഓരോ കത്തും ഈ പോളി എന്ന സിസ്റ്ററിന് ലഭിക്കുമ്പോൾ താൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു?
താൻ ആ കിടക്കയിലിരുന്ന് തൻ്റെ കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ തൻ്റെ ആവശ്യങ്ങളെ ഉയർത്തി 52 വർഷങ്ങൾ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ആ പോളി എന്ന സഹോദരി അവൾ തൻ്റെ സഹോദരന് വേണ്ടി വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. പോളി എന്ന സഹോദരിക്ക് നടക്കുവാനോ കൈകൾ ഉപയോഗിക്കുവാനോ കഴിയാത്ത ഫുൾ ടൈം ബെഡ് റിഡൻ പേഷ്യന്റ്, ക്വാഡ്രിപ്ലെജിക്. പക്ഷെ അത് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തളർത്തിയില്ല എന്നൊരു വലിയ സത്യമാണ് ഇന്ന് നമ്മളെ ദൈവം ഓർപ്പിക്കുന്നത്. വില്യം കേറി എന്ന മിഷണറി ദൈവം അനുഗ്രഹിച്ചോ ഇല്ലയോ? നമ്മൾ ഇന്ന് എല്ലാവരും പഠിക്കുന്നതും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് വില്യം കേറി. പക്ഷേ ഇന്ത്യ എന്ന രാജ്യം ക്രിസ്തുവിനായി എത്തിച്ചേരുക മാത്രമല്ല, അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങള് മോഡേൺ മിഷണറിമാർക്ക് ഇന്നും ഒരു വലിയ എക്സാമ്പിൾ ആണ്, ഒരു വഴികാട്ടിയാണ്, ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ ആ മിഷണറി മെത്തേഡ്സ്. ഇതിന്റെ എല്ലാം പിന്നില് നമ്മൾ നോക്കുമ്പോൾ തളർവാദ രോഗിയായ ഒരു സ്ത്രീ 52 വർഷക്കാലം ഇടവിടാതെ പ്രാർത്ഥിച്ചു. അവർ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മളിൽ അനേകർക്ക് വില്യം കേരി എന്ന പ്രശസ്ത മിഷണറിയെ അറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി നിന്ന ആ പ്രാർത്ഥന വീര പോളി എന്ന സഹോദരിയെ അറിഞ്ഞുകൂടാ. ഒരു ഫോട്ടോ കൂടെ തപ്പിയിട്ട് കിട്ടിയില്ല എനിക്ക്. അവളുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ വിജയം ഉറപ്പു നൽകി. ഇപ്പൊ പോളിയുടെ ജീവിതം നമ്മളോട് എന്താണ് പറയുന്നത്? ഏതൊരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് സ്വാധീനിക്കുവാൻ കഴിയും. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു ബെഡ് റിഡൻ ആയ ഫുൾ ടൈം ബെഡിൽ പരസഹായമില്ലാതെ തനിക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത പോളി എന്ന സിസ്റ്റർ ആ പ്രാർത്ഥനയെ ദൈവം മാനിച്ചുവെങ്കിൽ ഇന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ സാധിച്ചുവെങ്കിൽ അനേക കാര്യങ്ങൾ ഇൻക്ലൂഡിങ് പ്രിന്റിങ്, ബൈബിൾ ബുക്ക് പബ്ലിഷിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ്, ഇതൊക്കെ അദ്ദേഹം എന്ന ആ മിഷണറിയാണ് അതൊക്കെ ചെയ്തത് ഒരു പ്രാർത്ഥനയിൽ കൂടെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുക, മറുപടി നൽകുകയോ ഇല്ലയോ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ദൈവം പറയുന്നത് 1 തെസ്സലോനിക്കർ 5:17. ആരെങ്കിലും പെട്ടെന്ന് എടുത്ത് വായിക്കാവോ? ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? 24 മണിക്കൂറും റൂമിനകത്ത് പോയി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയല്ല. നമ്മൾ ആ പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അതുപോലെ ആരെങ്കിലും കൊളോസിയർ 4:2 വായിക്കാവോ? കൊളോസിയർ 4:2. 1 തെസ്സലോനിക്കർ 5:16. 16. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇനി കൊളോസിയർ 4:2. കൊലോസ്യർ 4:2. പ്രാർത്ഥനയിൽ ഒറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. സ്തോത്രത്തോടെ ജാഗരിപ്പിൻ. ഇനി 4:3. കൊളോസിയർ 4:3. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറക്കുവാൻ നമ്മൾ എത്ര പേര് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളുടെ ഇന്ത്യയുടെ വാതിലുകൾ തുറക്കണമേ. ഇനി 4:18. കൊളോസിയർ 4:18. 4:18 പെട്ടെന്ന് തീർക്കാം. പൗലോസായ എന്റെ സ്വന്ത കയ്യാലെ വന്ദനം, എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. നമ്മൾ എത്ര പേര് ബന്ധനങ്ങളിലായിരിക്കുന്നവരെ നമ്മൾ ഓർത്തുകൊള്ളുന്നു? എത്രയോ പേര് സുവിശേഷത്തിന് വേണ്ടി ചങ്ങലയിലായിരിക്കുന്നു. പിന്നെ 1 തിമോത്തിയോസ് 2:2 രാജാക്കന്മാർക്കും അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഇലക്ഷൻ വരികയാണ്. നമ്മൾ എത്ര പേര് അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു? പിന്നെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 56:10 ഒന്ന് വായിക്കാവോ? യെശയ്യാവ് 56:10. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരയ്ക്കുവാൻ വയ്യാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. നിദ്രാപ്രിയന്മാരായി, ഞാൻ എൻ്റെ ഞാൻ നിദ്രാപ്രിയായിട്ട് സ്വപ്നം കണ്ട് കുരയ്ക്കാതെ കിടക്കുകയാണ്. ദൈവാത്മാവ് ഇന്ന് നമ്മളോട് ശക്തമായി പറയുകയാണ്, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. ദൈവം സ്വർഗത്തില് അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവം അവിടെ ദൈവത്തിന്റെ അദൃശ്യ കാര്യങ്ങൾ നമുക്ക് വേണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാനിയേൽ 12:3
ജ്ഞാനികൾ അതൊന്ന് വായിക്കാവോ? ദാനിയേൽ 12:3. Those who are wise will shine like stars, bright like heaven. ഒന്ന് പെട്ടെന്ന് വായിക്കാവോ? ദാനിയേൽ 12:3 അല്ലേ? അതെ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നക്ഷത്രങ്ങളെ പോലെ നമുക്ക് തിളങ്ങണമെങ്കിൽ നമുക്ക് ഇന്ന് അധ്വാനിക്കാം, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക വിഷയങ്ങൾ നമ്മൾ ഓർത്തതുപോലെ ലോകത്തെ അവർ കീഴ്മേൽ മറിച്ചതായിട്ട് നാം വായിച്ചതുപോലെ നമുക്കിന്ന് പ്രാർത്ഥനയിൽ അനേകരെ നമ്മുടെ ലോകത്തെ കീഴ്മേൽ മറിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.